ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആവശ്യമുള്ളവർ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് പ്രോജക്ട് പേപ്പറിന്റെ തേർഡ് ബ്ലോക്ക് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തേർഡ് ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോജക്ട് റിസോഴ്സസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. സോ എന്നെ ആദ്യം പരിചയപ്പെടുത്താം. എന്റെ പ്രീവിയസ് ക്ലാസ്സിനുള്ളവരാണെന്ന് വിചാരിക്കുന്നു. സോ എന്റെ പേര് ഡോക്ടർ ജാൻ എലിസബത്ത് ജോസഫ്. ഞാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഓക്കെ, സോ നമുക്ക് ഈ ബ്ലോക്ക് 3 ഒരേ ഒരു യൂണിറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ യൂണിറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്ന പ്രോജക്റ്റിന്റെ ഭാഗമാകുന്ന മറ്റ് മേജർ കമ്പോണൻസ് ആണ്. മേജർ കമ്പോണൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ, കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ, പിന്നെ പോസ്റ്റ് ഡോക്ടറൽ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റിലുമായിട്ട് കവർ ചെയ്തത് പ്രോജക്റ്റ് എന്താണ്, പ്രോജക്റ്റ് എങ്ങനെയാണ് നടപ്പാക്കേണ്ടത്, ഒരു പ്രോജക്റ്റ് പ്രപ്പോസലിന്റെ പ്രത്യേകതകൾ എന്താണ്, മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇനി നമ്മൾ ഈ യൂണിറ്റിൽ നോക്കാൻ പോകുന്നത് പ്രോജക്റ്റിന്റെ ഭാഗമാകുന്ന മറ്റ് വ്യക്തികൾ അല്ലെങ്കിൽ ടീം എന്ന് പറയുമ്പോഴത്തേക്ക് ആരാണ്, എന്താണെന്നുള്ളതാണ്. സോ ആദ്യം തന്നെ ലെറ്റ് us look at the human aspect of project management. സോ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വെറും എന്താണ്, ഒരു കടലാസിൽ തുടങ്ങി അത് എവിടെയെങ്കിലും പ്രാബല്യ ആക്കി കൊണ്ട് റിപ്പോർട്ടിൽ അവസാനിക്കുന്ന ഒന്ന് മാത്രമല്ല. അവിടെ ഹ്യൂമൻ എലമെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ ഇന്റർവെൻഷന് ഒരു വലിയ ഘടകമുണ്ട്. സോ ഒരു ഫങ്ഷണൽ ഹ്യൂമൻ റിലേഷൻഷിപ്പ് സിസ്റ്റം ഇസ് ക്രിട്ടിക്കൽ ഫോർ എ പ്രോജക്ട്സ് ഇംപ്ലിമെന്റേഷൻ. സോ ഒരു പ്രോജക്റ്റ് നടപ്പാക്കി എടുക്കുന്നതിൽ മനുഷ്യൻ അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തനം അതിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒന്നാണ്. സോ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ടെക്നിക്കൽ സിസ്റ്റം ഫെയിലിയേഴ്സ് ഉണ്ടാകാതെ നമുക്ക് പ്രോജക്റ്റ് നടത്തിക്കൊണ്ട് പോകാൻ കഴിയത്തുള്ളൂ. അതായത് ടെക്നിക്കൽ ഗ്ലിച്ചസ് അല്ലെങ്കിൽ പീപ്പിൾ റിലേറ്റഡ് പ്രോബ്ലംസ്, ഇതൊന്നും തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, മനുഷ്യ ഇടപെടൽ ഇല്ലാണ്ട് റിസോൾവ് ചെയ്യാൻ സാധിക്കില്ല. അതായത് ഈ പറയുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള പ്രശ്നത്തിന് നമുക്ക് ബദലായിട്ടൊരു മെഷീനോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറോ കൊണ്ടുവന്നാൽ മതി. പക്ഷേ ഈ പറയുന്ന മെഷീൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കണമെങ്കിൽ വി സ്റ്റിൽ നീഡ് വാട്ട്, വി നീഡ് പീപ്പിൾ. അതേപോലെ തന്നെ നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിക്കുന്നത് എന്താണ്, മനുഷ്യരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വസ്തുക്കളെ കുറിച്ചുള്ള പഠനങ്ങളാണ് നമ്മൾ അണ്ടർടേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇസ് എസെൻഷ്യൽ. സോ ഒരു പ്രോജക്ട് മാനേജർ ആണ് ഈ പറയുന്ന രീതിയിൽ ഒരു പ്രോജക്റ്റിൽ ഹ്യൂമൻ ആസ്പെക്ട് ആയിട്ട് വരുന്നത്. അതായത് പ്രോജക്റ്റിന്റെ ടീമുണ്ട്, പക്ഷേ കോർ പ്രവർത്തനം ആരിൽ നിന്നാണ് വരുന്നത്, പ്രോജക്ട് മാനേജറിൽ നിന്നാണ്. സോ പ്രോജക്ട് മാനേജർ 4 കോർ ഏരിയ അല്ലെങ്കിൽ 4 കോർ ബിഹേവിയർ ആണ് പുറത്തേക്ക് വെക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ അതോറിറ്റി, മറ്റൊന്ന് ഓറിയന്റേഷൻ, ആൻഡ് അനദർ ഇസ് മോട്ടിവേഷൻ ആൻഡ് ഗ്രൂപ്പ് ഫങ്ഷനിങ്. സോ അതോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ട്രഡീഷണലി കാണുന്ന ഒരു സുപ്പീരിയർ ആയിട്ടല്ല പ്രോജക്ട് മാനേജർ പെരുമാറുന്നത്. അതായത് പ്രോജക്ട് മാനേജർ മേളിൽ നിൽക്കുകയും അതിന്റെ താഴെ പ്രവർത്തിക്കുന്ന ഒരു ടീം എന്നുള്ള മൈൻഡ് സെറ്റ് അല്ല. പകരം പ്രോജക്ട് മാനേജേഴ്സ് ഇവിടെ ടീമിനോട് കൂടെ നിന്നുകൊണ്ട്, അതായത് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന പ്രോജക്ട് ടീമിന്റെ ഭാഗമാകുന്ന എല്ലാ വ്യക്തികളുടെ കൂടെയും ഒരു കോർഡിയൽ ആയിട്ട് ലോജിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് റാഷണലിന്റെ മേലിൽ പ്രവർത്തിച്ച് അവരുമായി അവർക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അതോടൊപ്പം തന്നെ അവരിൽ നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്ക് അല്ലെങ്കിൽ സജഷൻ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് പ്രോജക്ട് മാനേജറിന്റെ അതോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക്. അതേപോലെ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദേ എൻഷുർ ദാറ്റ് project personnel possess the necessary management skills and knowledge to meet objectives within time and budget constraint. അതായത് പ്രോജക്ട് മാനേജർ ആണ് പ്രോജക്റ്റിന്റെ ഒബ്ജക്റ്റീവ്സിന് അനുസരിച്ചിട്ട് പ്രോജക്റ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യേണ്ട വ്യക്തിയും, അതോടൊപ്പം തന്നെ പ്രോജക്ട് മാനേജർ ആണ് നമ്മളുടെ പ്രോജക്റ്റ് ടൈം കൺസ്ട്രെയിൻ, അതായത് നമ്മളൊരു സ്പെസിഫിക് ടൈം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രപ്പോസലിൽ, ആ ടൈമിനുള്ളിൽ ഓരോ ടൈം അസൈൻഡ് ആയിട്ടുള്ള ടാസ്ക് നമ്മൾ നിർവഹിച്ചു വരുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് പ്രോജക്ട് മാനേജറാണ്. അതോടൊപ്പം തന്നെ പ്രോജക്റ്റിന്റെ എല്ലാ ഘടകങ്ങളും ബജറ്റ്, നമ്മൾ നീക്കി വെച്ചിട്ടുള്ള ബജറ്റിനുള്ളിൽ തന്നെ ആണോ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പാക്കേണ്ടത് പ്രോജക്ട് മാനേജറിന്റെ ഉത്തരവാദിത്തമാണ്. ഇനി മോട്ടിവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ടെക്നിക്കൽ റിക്വയർമെന്റ് ആൻഡ് കോർ കമ്പീറ്റൻസീസ് ആർ ഓൾറെഡി ഫിക്സ്ഡ് ഇൻ എ സോഷ്യോ ടെക്നിക്കൽ സിസ്റ്റം ഇൻഫ്ലുവൻസിങ് ദ മോട്ടിവേഷൻ ഓഫ് പേഴ്സണൽ ഇൻ ദി പ്രോജക്ട് മാനേജേഴ്സ് പ്രൈമറി ബിഹേവിയറൽ ലെവൽ. സോ ഒരു പ്രോജക്ട് മാനേജർ ആണ് എന്ത് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ പ്രോജക്ട് പ്രപ്പോസലിൽ നമ്മൾ ആര് എന്ത് ചെയ്യണം എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. സോ
എല്ലാവർക്കും നമ്മൾ പ്രോജക്റ്റിന്റെ അംഗങ്ങൾ അല്ലെങ്കിൽ പ്രോജക്ട് ടീമിന്റെ മെമ്പേഴ്സിന് എല്ലാവർക്കും ഓരോ റോളും കൊടുത്തിട്ടുണ്ട്. ആ റോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് നൽകിയിട്ടുണ്ട്. സോ പ്രോജക്ട് മാനേജർ ആണ് അവർക്ക് ഓരോ ഘട്ടത്തിലും ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ നൽകേണ്ടതും സൂപ്പർവൈസ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഇസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി പ്രോജക്ട് മാനേജർ. ഗ്രൂപ്പ് ഫംഗ്ഷനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ലാർജ് കോംപ്ലെക്സ് പ്രോജക്ട്സ് ബ്രിങ് ടുഗദർ പീപ്പിൾ ഫ്രം ഡൈവേഴ്സ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഓർഗനൈസേഷൻസ് ക്രിയേറ്റിംഗ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ദാറ്റ് മസ്റ്റ് ബി മാനേജ്ഡ് എഫക്റ്റീവ്ലി. സോ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലാർജ് സ്കെയിൽ പദ്ധതിയാണ്. ആ പദ്ധതിയുടെ കീഴിൽ പലതരത്തിലുള്ള വ്യക്തികൾ പല മേഖലകളിൽ നിന്ന് ഒത്തുചേരുന്ന ഒന്നാണ്. സോ പ്രോജക്ട് മാനേജറിന്റെ ഉത്തരവാദിത്വമാണ് എല്ലാവരും പ്രോജക്റ്റിന്റെ ഔട്ട്കമ്മിന് വേണ്ടി തുല്യമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. അതായത് ഇവരുടെ ഇടയിൽ ഒരു തരത്തിലുള്ള ഈഗോയോ അല്ലെങ്കിൽ കൺസ്ട്രെയിനോ പ്രവർത്തിക്കാതെ they have to ensure that the project manager has to ensure that they effectively facilitate whoever is part of that project team. ഇനി പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ് മറ്റൊരു ഇമ്പോർട്ടന്റ് വ്യക്തി പ്രോജക്റ്റിന്റെ ഭാഗമാകുന്നത്. സോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഹി ഈസ് ദി പ്രൈമറി ഇൻഡിവിജ്വൽ ഇൻ കൺട്രോൾ ഓഫ് ദി പ്രോജക്ട്, ടിപ്പിക്കലി ദ പേഴ്സൺ ഹു കൺസീവ് ദി ഒറിജിനൽ കോൺസെപ്റ്റ്. സോ പൊതുവെ പ്രോജക്ട് ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു NGO ആണ് അണ്ടർടേക്ക് ചെയ്യുന്നതെങ്കിൽ ആ NGOയുടെ ചെയർമാൻ അല്ലെങ്കിൽ ഡയറക്ടർ ആയിരിക്കും പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. സോ ഇവരിലായിരിക്കും പ്രോജക്റ്റിന്റെ ഫണ്ടിങ് വരിക, അല്ലെങ്കിൽ ഇവർ തന്നെയായിരിക്കും ആ പ്രോജക്റ്റിനെ എൻവിഷൻ ചെയ്തത്. അതായത് ആദ്യം തന്നെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നടപ്പാക്കണമെന്നുള്ള ഒരു ബോധ്യം ഇവരിൽ നിന്നായിരിക്കാം ഉത്ഭവിക്കുന്നത്. കൂടാതെ ഇവരായിരിക്കും ഒരു ടീമിനെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് പ്രോജക്ട് പ്രപ്പോസൽ തയ്യാറാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ് പ്രോജക്ട് ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ് ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഗനൈസേഷൻ, എക്സിക്യൂഷൻ, അഡ്മിനിസ്ട്രേഷൻ, അതായത് ഓവറോൾ പ്രോഗ്രസ് എല്ലാ മേഖലകളിലും റിസർച്ച് നടക്കുന്നതിലും ഗ്രാന്റ് ലഭിക്കുന്നതിലും ആ പ്രോജക്റ്റിന്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തികളും സംഘടനകളും തമ്മിലുള്ള കോൺട്രാക്റ്റിനെ ഓവർസീ ചെയ്യുന്നതെല്ലാം ആരാണ്? പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ്. സോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് മസ്റ്റ് ആക്ട് ആസ് പീസ് മേക്കേഴ്സ് ഡ്യൂറിംഗ് കോൺഫ്ലിക്ട്സ്, മേക്ക് വൈറ്റൽ ട്രേഡ് ഓഫ്സ് ബിറ്റ്വീൻ ടൈം, കോസ്റ്റ് ആൻഡ് സ്കോപ്പ്. സോ ഒരു പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ് ഒരു ടീമിന്റെ ഇടയിൽ ഇപ്പൊ പല ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് പല വ്യക്തികൾ ഒത്തുചേർന്നുകൊണ്ട് ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. സോ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാൻ ഉള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ദാറ്റ്. സോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആരാണ് ഇടപെടേണ്ടത്? പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ് ഇടപെടേണ്ടതും. പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ് നമ്മുടെ പ്രോജക്റ്റ് ടൈം, കോസ്റ്റ് ആൻഡ് സ്കോപ്പ്. നമ്മൾ ആദ്യത്തെ ബ്ലോക്കിൽ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു പ്രോജക്റ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അല്ലെങ്കിൽ സ്കോപ്പ് ക്രീപ്പ് എന്ന് പറഞ്ഞായിരുന്നു. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിൽ ഏതെങ്കിലും ഒരു മാറ്റമോ ഒരു വ്യത്യാസം നമ്മൾ ഒറിജിനൽ പ്രോജക്ട് പ്രപ്പോസലിൽ പറഞ്ഞേക്കുന്നതിൽ നിന്ന് ഒരു മാറ്റമോ വ്യത്യാസമോ വന്നു കഴിഞ്ഞാൽ അത് മറ്റ് രണ്ട് ഘടകങ്ങൾ, ഇപ്പൊ ടൈമിലാണ് ഒരു വ്യത്യാസം വരുന്നത്, കോസ്റ്റിനെയും സ്കോപ്പിനെയുമാണ് അത് ബാധിക്കുക. സോ ആ തരത്തിലുള്ള ഓവർസിയർ അല്ലെങ്കിൽ സൂപ്പർവിഷൻ എല്ലാം നടത്തേണ്ടതാണ് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ്. സോ ദേ ആർ കോൺസ്റ്റന്റ്ലി അഡാപ്റ്റിംഗ് ടു അൺഎക്സ്പെക്ടഡ് ത്രെറ്റ്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ബൈ ഇൻട്രൊഡ്യൂസിംഗ് നെസസറി സ്കോപ്പ് ചേഞ്ചസ്. സോ ഒരു പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ എന്തായിരിക്കണം? അവര് ഡൈനാമിക് ആയിരിക്കണം. അതായത് പ്രോജക്റ്റ് നടന്നു പോകുന്ന ഒരു അവസ്ഥയിൽ അതിന് തക്കതായിട്ടുള്ള മാറ്റം വേണമെങ്കിൽ ആ മാറ്റം സമയബന്ധിതമായിട്ട് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ഉത്തരവാദിത്വമാണ്. ഇനി വാട്ട് ഈസ് ദി റോൾ ഓഫ് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ? പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ റോൾ എന്താണെന്ന് നോക്കാം. സോ ആദ്യം തന്നെ ദേ ആർ ദ വൺസ് ഹു ലീഡ് ദ പ്രോജക്ട്. അതായത് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യുന്നു? ഗോൾസ് സെറ്റ് ചെയ്യുന്നു, ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്യുന്നു, ആൻഡ് ദേ അലൈൻ ദ പ്രോജക്ട് വിത്ത് ദി ഓർഗനൈസേഷൻസ് സ്ട്രാറ്റജിക് ഡയറക്ഷൻ. അതായത് ഒരു പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ പ്രോജക്റ്റിന്റെ സ്വഭാവവും ആ പ്രോജക്റ്റ് ഫണ്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആൻഡ് എൻവിഷൻ ചെയ്തിട്ടുള്ള അണ്ടർടേക്ക് ചെയ്യുന്ന NGO അല്ലെങ്കിൽ മറ്റൊരു ഏജൻസിയുടെയും ഒരു താല്പര്യമുണ്ടാകും. ആ താല്പര്യവും എല്ലാം ഒത്തുചേർന്ന് കൊണ്ടുപോകുന്നത് ആരാണ്? ഇറ്റ്സ് ദി പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് സെക്യൂറിംഗ് ഫണ്ട്സ്. അതായത് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ് പ്രോജക്റ്റ് നടക്കാൻ അല്ലെങ്കിൽ പ്രോജക്റ്റ് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട്സ് ശേഖരിക്കാൻ വേണ്ടിയിട്ട് പ്രപ്പോസൽസ് തയ്യാറാക്കുകയും ആ പ്രപ്പോസൽ ഏജൻസികൾക്ക് സബ്മിറ്റ് ചെയ്യുകയും കൂടാതെ അൾട്ടിമേറ്റ്ലി ഒരു ഫണ്ട് ലഭിക്കുമ്പോഴത്തേക്ക് ആ
ബഡ്ജറ്റ് അല്ലെങ്കിൽ ആ ഫണ്ട് മാനേജ് ചെയ്യുന്നതും ആരാണ്? ഇറ്റ്സ് ദി പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദി ഡിസൈനിങ് ഓഫ് ദി പ്രോജക്ട്. സോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യുന്നു? പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ നമ്മൾ ആദ്യം പറഞ്ഞു, ഗോൾസ് സെറ്റ് ചെയ്യുന്നു, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഡൂയിങ് വാട്ട്? റിസർച്ച് ക്വസ്റ്റ്യൻസ്. അതായത് നമ്മുടെ പ്രോജക്റ്റിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ, അല്ലെങ്കിൽ പ്രോജക്റ്റ് വഴി നമ്മൾ ആരുടെ ഇടയിലാണോ ഒരു പഠനം നടത്തുന്നത്, അവരിൽ നിന്ന് നമുക്ക് ശേഖരിക്കേണ്ട അല്ലെങ്കിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്താണെന്ന് അവർ എൻവിഷൻ ചെയ്യുന്നു. അത് ഏതൊരു മെത്തഡോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊരു ഡേറ്റ ടൂൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം അവർ ആ ഡേറ്റ കളക്ട് ചെയ്യേണ്ടതെന്ന്, അൾട്ടിമേറ്റ്ലി ഡേറ്റ ലഭിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിന്റെ അനാലിസിസ് ഏതൊരു രൂപം അല്ലെങ്കിൽ ഏതൊരു ടെക്നീക്ക് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം എന്നും തീരുമാനിക്കുന്നതാണ് ഇറ്റ്സ് ദി പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മാനേജിങ് ദ പ്രോജക്ട് ടീം. സോ പ്രോജക്ട് ടീം എന്ന് പറയുമ്പോഴത്തേക്ക് ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉണ്ടാകും, കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ടാകും, മറ്റ് വ്യക്തികൾ ഉണ്ടാകും. സോ ഇവരെല്ലാം മാനേജ് ചെയ്യുന്ന ഉത്തരവാദിത്തം ആരുടെ മേലിലാണ്? ഇറ്റ് ഈസ് അപ്പോൺ ദി പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. സോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ് പ്രോജക്റ്റിന്റെ ഭാഗമായി നിൽക്കുന്ന ടീമിലുള്ള ഓരോ വ്യക്തിക്കും ഓരോ ടാസ്ക് അസൈൻ ചെയ്യുന്നതും ആ ടാസ്ക് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് നൽകുന്നതും, കൂടാതെ ആ കംപ്ലീറ്റ് ടീമിന്റെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുകയും സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യുന്നതും ആരാണ്? ഇറ്റ്സ് ദി പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. മറ്റൊന്ന് ഇസ് ദി ഓവർസീയിങ് ഓഫ് ഡേറ്റ മാനേജ്മെന്റ്. അതായത് ശേഖരിച്ചിട്ടുള്ള ഡേറ്റ പ്രോപ്പറായിട്ട് നമ്മൾ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടോ ആൻഡ് അതിനെ കൃത്യമായിട്ടുള്ള പ്രോസസ്സിൽ കൂടെയാണോ അനലൈസ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ്. ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് ഇസ് ദി ഡിസെമിനേഷൻ ഓഫ് റിസൾട്ട്സ്. അതായത് നമ്മൾ ഒരു പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്ത് നമ്മൾക്ക് ആരാണോ ഫണ്ട് നൽകിയത് അവർക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യണം? ആ റിപ്പോർട്ടിന് ബന്ധിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സും പബ്ലിക്കേഷൻസിലേക്കും പോകേണ്ടതാണ്. അതുവഴി മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? പബ്ലിക്കിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നടത്തിയിട്ടുണ്ടെന്നും അതിന്റെ റിസൾട്ടും ഔട്ട്കം ഇതാണെന്നും നമ്മൾക്ക് അറിയിക്കാനായിട്ട് സാധിക്കുള്ളൂ. കൂടാതെ ഇൻ അഡീഷൻ ടു പബ്ലിക്കേഷൻ അവർക്ക് എന്ത് ചെയ്യാം? ദി കൻ പ്രസന്റ് അറ്റ് കോൺഫറൻസസ്. അവർക്ക് മറ്റ് നാഷണൽ ലോക്കൽ ആയിട്ടുള്ള കോൺഫറൻസിൽ അവർക്ക് അവരുടെ റിസൾട്ട്സ് അവതരിപ്പിക്കാവുന്നതാണ്. സോ അവരുടെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ഉത്തരവാദിത്വം എവിടെ അവസാനിക്കുന്നില്ല? അവർക്ക് ഫണ്ടിങ് നൽകിയ ഏജൻസിക്ക് റിപ്പോർട്ട് നൽകുന്നതിൽ അവസാനിക്കുന്നില്ല. സോ ഇതാണ് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ലെറ്റസ് ലുക്ക് അറ്റ് കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. സോ കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ടൈറ്റിൽ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്താണ് കൺവേ ചെയ്യുന്നുള്ളത്. അതായത് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ഓർഡറിൽ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. സോ കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ മോഡൽ ഫോളോ ചെയ്യുന്ന പ്രോജക്റ്റുകളിൽ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള സിംഗിൾ ലീഡർഷിപ്പിൽ നിന്നുള്ള മാറ്റം കാണാം. സിംഗിൾ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ കോർ ഫോക്കസ് അല്ലെങ്കിൽ കേന്ദ്രം ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ്. സോ ഒരു കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ വരുന്നതോടുകൂടെ അവിടെ എന്ത് ചെയ്യണം? അവിടെ ഒരു ഷെയറിംഗ് ഓഫ് പവർ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് വരികയാണ്. സോ പി ഐയുടെ ഒരു അഭാവത്തിൽ, അതായത് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ഒരു ആബ്സെൻസിൽ കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിരിക്കും പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ചെയ്യേണ്ട എല്ലാ ചുമതലകളും ഏറ്റെടുത്ത് നടപ്പാക്കുക. സോ ഒരു കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ടെങ്കിൽ ദേ വിൽ ടേക്ക് ചാർജ് ഓഫ് ദി പ്രോജക്ട് ആൻഡ് ഓവർസീ ദ പ്രോജക്ട്സ് വർക്ക് ഫ്ലോ. സോ ഇങ്ങനെ ഒരു പ്രോജക്ട് അല്ലെങ്കിൽ കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഉള്ളതിന്റെ പ്രത്യേകത, ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളതാണ്. ആദ്യം തന്നെ ഇറ്റ് ഇൻക്രീസസ് കൊളാബറേഷൻ. സോ ഇറ്റ് ഇൻക്രീസസ് കൊളാബറേഷൻ, അതായത് ഇറ്റ് ബ്രിങ്സ് ഇൻ ഡൈവേഴ്സ് പെർസ്പെക്ടിവ്സ്. മറ്റൊരു എന്താണ്? ട്രഡീഷണൽ മെത്തഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മോഡലിൽ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ് കേന്ദ്രമായിട്ട് നിൽക്കുന്നത് ആൻഡ് അവരുടെ വിഷൻ, അവരുടെ ഐഡിയ ആണ് പ്രോജക്റ്റിൽ കൂടെ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഒരു കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ വരുന്നത് വഴി ഇവർ രണ്ടുപേരും തമ്മിൽ കൊളാബറേറ്റ് ചെയ്യുന്നത് വഴി രണ്ട് തരത്തിലുള്ള ചിന്താഗതി വരികയും അവിടെ ഒരു കൊളാബറേഷനുള്ള പോസിബിലിറ്റി ഉണ്ടാകുന്നു. സോ അതുകൊണ്ട് തന്നെ എന്താണ്? ഇറ്റ് ലീഡ്സ് ടു ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് ആൻഡ് വൈഡർ പ്രൊഫഷണൽ നെറ്റ്വർക്ക്സ്. സോ അവിടെ കുറച്ചും കൂടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ പോസിബിലിറ്റീസിന് വഴിയൊരുക്കുന്നു ആൻഡ് ഒരു ലാർജർ പ്രൊഫഷണൽ നെറ്റ്വർക്കിന് വഴിയൊരുക്കുന്നു. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇസ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി, അതായത് വർക്ക് ലോഡ് ഇവർ രണ്ടുപേരും തമ്മിൽ
ഡിവൈഡ് ചെയ്ത് പോകുന്നു. പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ മാത്രമാണെങ്കിൽ എന്താണ്, കോർ പ്രവൃത്തികളും പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ മേലിൽ മാത്രമായിട്ട് വരികയാണ്. പക്ഷെ ഒരു കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ വരുന്നതോടുകൂടെ എന്ത് ചെയ്യണം, പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിന് അവരുടെ ചുമതലകളുടെ പകുതി ഇവരെയും കൂടെ ഏൽപ്പിക്കാനായിട്ട് സാധിക്കുകയാണ്. സോ ഒരു ഈവൻലി ആയിട്ടുള്ള വർക്ക് ലോഡ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ് മിനിമൈസസ് റിസ്ക് ഇഫ് വൺ ഇൻവെസ്റ്റിഗേറ്റർ ലീവ്സ് ദി പ്രോജക്ട്. ഇവിടുത്തെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ബൈ എനി ചാൻസ് പ്രോജക്റ്റിന്റെ ഇടയിൽ, അതായത് പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവിൽ അവർക്ക് എന്തെങ്കിലും കാരണവശാൽ ഈ പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ ഇനി സാധിക്കില്ല, അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറണം എന്ന് വന്നു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിന്റെ അവസ്ഥ, ആ പ്രോജക്റ്റ് അവിടെ നിലച്ചു പോകില്ല. കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ വിൽ ബി ഏബിൾ ടു ടേക്ക് ഓവർ. മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് ദി ഇംപ്രൂവ്ഡ് ഔട്ട്കം. അതായത് ദേ ക്യാൻ ലെവറേജ് മൾട്ടി ഡിസിപ്ലിനറി സ്ട്രെങ്ത് ആൻഡ് ബിൽഡ് എ ഹെൽത്തിയർ ടീം എൻവയൺമെന്റ്. സോ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ മാത്രമാണെങ്കിൽ മേ ബി ഒരു ഡിസിപ്ലിനിൽ നിന്നുള്ള ഇൻപുട്ട് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള പെർസ്പെക്റ്റീവ് മാത്രമായിരിക്കാം നമ്മുടെ പ്രോജക്റ്റിന്റെ ഭാഗമാകുന്നത്. പക്ഷെ ഒരു കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ വരുന്നത് കൂടെ അവര് ഒരു ഡിഫറെന്റ് ഡിസിപ്ലിനിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവിടെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആസ്പെക്റ്റും കൂടെ നമ്മൾക്ക് നമ്മുടെ പ്രോജക്റ്റിന്റെ ഭാഗമാക്കാൻ കഴിയുകയാണ്. അതുവഴി എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്തിട്ടുള്ള ഒരു ഹെൽത്തിയർ ടീം ഡൈനാമിക് സൃഷ്ടിക്കാൻ സാധിക്കുകയാണ്. സോ ദീസ് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ഹാവിങ് എ കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. ഇനി റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ എന്താണ്, കൊളാബറേറ്റീവ് പ്രോജക്ട് പ്ലാനിങ് നടക്കുകയാണ്. അതായത് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ഒപ്പം നിന്നുകൊണ്ട് ഇൻപുട്സ് നൽകിക്കൊണ്ട് റിസർച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുകയും മെത്തഡോളജി ഡിസൈഡ് ചെയ്യുന്നത് കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ചുമതലയായിട്ട് മാറുന്നു. ആൻഡ് ദർ ഇസ് എ ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ്. സോ പ്രോജക്റ്റിന്റെ ബഡ്ജറ്റ്, റിസോഴ്സ് അലോക്കേഷൻ, ആരെ എന്ത് ഒരു ടാസ്കിന് വേണ്ടി ഹയർ ചെയ്യണം എന്നുള്ള തീരുമാനം കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിലേക്കും കൂടെ വരികയാണ്. മറ്റൊന്ന് കോംപ്ലിമെന്ററി എക്സ്പെർട്ടീസ് ആണ്. അതായത് ഇൻഫ്യൂസിങ് യുണീക് സബ്ജക്ട് മാറ്റർ ഓർ ടെക്നിക്കൽ സ്കിൽസ് ഇൻ ടു ദി പ്രോജക്ട്. സോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററും കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിനും അവരുടെ യുണീക്ക് ആയിട്ടുള്ള സബ്ജക്ട് മാറ്റർ ഇൻഫറൻസുകളും ഉണ്ടാകും, കൂടാതെ അവരുടേതായിട്ടുള്ള ടെക്നിക്കൽ സ്കിൽസും ഉണ്ടാകും. സോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിന് മാത്രം അതിൽ ഒതുങ്ങാതെ കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ഐഡിയാസും കൂടെ ഇത്തരത്തിൽ പ്രോജക്റ്റിന്റെ ഭാഗമാക്കാൻ സാധിക്കുകയാണ്. മറ്റൊന്ന് പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ, അതായത് പ്രോജക്റ്റിന്റെ നിയന്ത്രണം, മോണിറ്റർ ചെയ്യുക. അതായത് നമ്മൾ പ്രപ്പോസലിൽ പറഞ്ഞേക്കുന്ന ഓരോ ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ടാസ്കുകൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉള്ള രീതിയിലുള്ള മോണിറ്ററിംഗ് കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററും കൂടെ നടത്തുകയാണ്. ആൻഡ് ദേ ആർ ട്രാക്കിംഗ് റിസ്ക് ആൻഡ് മോഡിഫൈങ് പ്ലാൻസ്. അതായത് പ്രോജക്റ്റിൽ അൺഎക്സ്പെക്ടഡ്ലി ഉണ്ടാകാൻ സാധ്യത ഉള്ള റിസ്കുകൾ ഇത് ഫാക്ടർ ഇൻ ചെയ്തുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് ആരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുന്നു, കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുകയാണ്. ആൻഡ് പേഴ്സണൽ ആൻഡ് ഡാറ്റ മാനേജ്മെന്റ്, അതായത് പ്രോജക്ട് ടീമിനെ സൂപ്പർവൈസ് ചെയ്യുകയും അവരുടെ ഇടയിൽ ഡ്യൂട്ടീസ് ഷെയർ ചെയ്യുക, ആൻഡ് അവർ ശേഖരിക്കുന്ന ഡേറ്റയ്ക്ക് ഇന്റഗ്രിറ്റി ഉണ്ടോ, വ്യക്തത ഉണ്ടോ, പോരായ്മകളുണ്ടോ, അത് വീണ്ടും കളക്ട് ചെയ്യേണ്ടതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ കൂടെയാണ്. ആൻഡ് ലാസ്റ്റ്ലി ഡിസമിനേഷൻ ഓഫ് റിസൾട്ട് വരുമ്പോഴത്തേക്കും പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഒറ്റയ്ക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നില്ല, പകരം എന്ത് ചെയ്യാണ്, കോ ഇൻവെസ്റ്റിഗേറ്ററും കൂടെ ചേർന്നുകൊണ്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുകയും റിസർച്ച് ഫൈൻഡിങ്സ് അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. സോ ബേസിക്കലി ഒരു കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ വരുന്നത് വഴി എന്താണ് സംഭവിക്കുന്നത്, പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിന് എന്തൊക്കെ ചുമതലയുണ്ടോ ആ ചുമതലകൾ കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിലേക്കും കൂടെ വരികയാണ്. സോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ഒരു സബോർഡിനേറ്റ് ആയിട്ടാണ് ബേസിക്കലി കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ പ്രവർത്തിക്കുന്നത്. ഇനി ലെറ്റ് us look at what is research associates. സോ റിസർച്ച് അസോസിയേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? So research associates focus primarily on planning and carrying out the core research activities while coordinating workflows across the team. So ഒരു പ്രോജക്റ്റിന് ഉള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ പ്രോജക്റ്റിന്റെ ഭാഗമായിക്കൊണ്ട് പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുകയും പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ച് ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? റിസർച്ച് അസോസിയേറ്റ്സിന്റെ
റെസ്പോൺസിബിലിറ്റിയാണ്. സോ അവര് പ്രോജക്ട് കോർഡിനേഷൻ ആണ് നടത്തുന്നത്. അതായത് ദേ അസിസ്റ്റ് വൈൽ initial planning is ongoing, and they map timelines, track progress, and resolve emergent issues. So basically ഒരു പ്രോജക്ട് മാനേജറിനെ പോലെയാണ് റിസർച്ച് അസോസിയേറ്റ് പെരുമാറുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. സോ അവരെന്ത് ചെയ്യുന്നു? ഇനിഷ്യൽ പ്ലാനിങ്ങിൽ ഭാഗം ചേരുന്നു, ടൈം ലൈൻസ് ഏതൊരു സമയത്തിനുള്ളിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് മാപ്പ് ചെയ്യുന്നു, ആൻഡ് അതിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ളതും ട്രാക്ക് ചെയ്യുന്നത് റിസർച്ച് അസോസിയേറ്റ് ആണ്. കൂടാതെ അൺഎക്സ്പെക്ടഡ്ലി ഉണ്ടാകുന്ന ഇഷ്യൂസ് പ്രൈമറിലി ഫേസ് ചെയ്യുകയും അതിനെ തരണം ചെയ്യുന്നതും റിസർച്ച് അസോസിയേറ്റ് ആണ്. മറ്റൊന്ന് ഡാറ്റ ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ്, അതായത് പാർട്ടിസിപ്പൻസിൽ നിന്ന് ഗ്യാദർ ചെയ്യുന്ന ഡേറ്റയ്ക്ക് ക്വാളിറ്റി ഉണ്ടോ, ആക്യുറസി ഉണ്ടോ, കൂടാതെ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഡേറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം എടുക്കുകയും കോഡ് ചെയ്യുന്നതും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടപ്പാക്കുന്നതും ആരാണ്? റിസർച്ച് അസോസിയേറ്റ് ആണ്. സോ ഇതിന് പ്രോജക്റ്റിൽ നമ്മൾ ടെക്നിക്കൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ എന്നൊക്കെ പറയുന്നത് റിസർച്ച് അസോസിയേറ്റിനെയാണ്. സോ ഓർഗനൈസേഷണൽ ഡിസിഷൻ മേക്കിംഗ് ആണ് മറ്റൊരു ടാസ്ക് ഇവരുടെ. സോ ദേ ഇന്റർപ്രറ്റ് ദ ഡേറ്റ ഫൈൻഡിങ്സ്, അതായത് അവർ ലഭിച്ച ഡേറ്റ എന്ത് ചെയ്തു? സ്ക്രീൻ ചെയ്തിട്ട് കോഡ് ചെയ്തു, അതിനൊരു ഡേറ്റ അനാലിസിസിന് വിധേയമാക്കി, അതിനുശേഷം ആ അനാലിസിസിൽ നിന്ന് അവർ ഇന്റർപ്രിട്ടേഷനിലേക്ക് പോവുകയാണ്. അതായത് ഓർഗനൈസേഷനും അവരെ ഫണ്ട് ചെയ്യുന്ന ഏജൻസിക്കും ഉപയോഗിക്കാൻ തക്കതായിട്ടുള്ള റിസർച്ച് ഇന്റർപ്രിട്ടേഷൻസിലേക്ക് ആൻഡ് ചോയ്സസിലേക്ക് പോവുകയാണ്. ആൻഡ് സ്റ്റേക്ക് ഹോൾഡർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതും ആരാണ്? റിസർച്ച് അസോസിയേറ്റ് ആണ്. അതായത് മാനേജിങ് ഡയറക്റ്റ് ഇന്ററാക്ഷൻ വിത്ത് സ്റ്റഡി പാർട്ടിസിപ്പൻസ്, എക്സ്റ്റേണൽ സ്പോൺസേഴ്സ് ആൻഡ് regulatory compliance agencies. സോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററും കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററും പലപ്പോഴും എന്താണ്? അവര് ഒരു ഹയറാർക്കിക്കലി പറയുകയാണെങ്കിൽ അവർ റിസർച്ച് അസോസിയേറ്റിന്റെ മേളിലുള്ളവരാണ്. അവർ ഒരു ഗ്ലോറിഫൈഡ് പൊസിഷനിൽ ഇരിക്കുന്നവരാണ്. റിസർച്ച് അസോസിയേറ്റ് ആണ് ഇൻഫാക്ട് എന്ത് ചെയ്യുന്നത്? ഫീൽഡിൽ പ്രവർത്തിച്ച് വരുന്നത്. ഇവരിൽ നിന്നാണ് ഇൻഫർമേഷൻ കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ടെങ്കിൽ അവരിലേക്കും പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിലേക്കും ചെന്നെത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്റ്റേക്ക് ഹോൾഡർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഓൺ ദ ഫീൽഡ് ആരാണ്? റിസർച്ച് അസോസിയേറ്റ് ആണ്. അതായത് ഡയറക്ട്ലി നമ്മൾ ആരിൽ നിന്നാണോ ഡേറ്റ കളക്ട് ചെയ്യുന്നത് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും, കൂടാതെ നമ്മളുടെ സ്പോൺസറിങ് ഏജൻസിയുമായിട്ട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും, ആൻഡ് മറ്റ് പ്രോജക്റ്റിന്റെ മേളിൽ കൺട്രോൾ ചെലുത്താൻ കഴിവുള്ള തരത്തിലുള്ള ഏജൻസികളുടെ കൂടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരാണ്? അല്ലെങ്കിൽ ഓവർസീ ചെയ്യുന്ന ബോഡീസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ആരാണ്? റിസർച്ച് അസോസിയേറ്റ് ആണ്. ആൻഡ് അൾട്ടിമേറ്റ്ലി പ്രോജക്റ്റിന്റെ ഒരു അവസാനം എത്തുമ്പോഴത്തേക്ക് റിപ്പോർട്ടിംഗ്, അതും റിസർച്ച് അസോസിയേറ്റിന്റെ ടാസ്ക് ആണ്. സോ റിസർച്ച് അസോസിയേറ്റ് ആണ് പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഓരോ ടൈം ഫ്രെയിമിൽ പ്രോജക്ട് റിപ്പോർട്ടുകൾ നൽകുകയും, കൂടാതെ അൾട്ടിമേറ്റ്ലി ഇൻ ദി എൻഡ് ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതും ആരാണ്? റിസർച്ച് അസോസിയേറ്റ് ആണ്. ഇനി ലെറ്റ് us look at പോസ്റ്റ് ഡോക്ടറൽ അസോസിയേറ്റ്സ്. ആരാണ് ഈ പോസ്റ്റ് ഡോക്ടറൽ അസോസിയേറ്റ്സ് എന്നുള്ളത്? സോ പോസ്റ്റ് ഡോക്ടറൽ അസോസിയേറ്റ്സ് എന്ന് പറയുമ്പോഴും നമുക്ക് എപ്പോഴും അറിയാം, നമ്മൾ കേട്ടിട്ടെങ്കിലും ഉള്ളതാണ്, PhD കഴിഞ്ഞ ആളുകൾ അടുത്ത ഒരു തലത്തിലേക്ക് പോകുന്നതാണ് പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി. സോ അവരെ നമ്മൾ പോസ്റ്റ് ഡോക്ടറൽ അസോസിയേറ്റ്സ് എന്ന് പറയും. സോ പലപ്പോഴും എന്താണ്, അവരൊരു പ്രോജക്റ്റിന്റെ ഭാഗമാകുന്ന വ്യക്തികളാണ്. സോ പോസ്റ്റ് ഡോക്ടറൽ അസോസിയേറ്റ്സ് ഹോൾഡ് എ ഡോക്ടറൽ ഡിഗ്രി ആൻഡ് സീക്ക് ആൻഡ് അഡ്വാൻസ്ഡ് ട്രെയിനിങ്. സോ ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു സ്പെഷ്യലൈസേഷൻ ആണ്. ആ സ്പെഷ്യലൈസേഷന്റെയും മേളിൽ ഒരു ഫർദർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് തെരഞ്ഞ് അണ്ടർടേക്ക് ചെയ്യുന്നവരാണ് പോസ്റ്റ് ഡോക്ടറൽ അസോസിയേറ്റ്സ്. സോ ദേ ഐദർ വർക്ക് അണ്ടർ എ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഓർ എ സീനിയർ റിസർച്ചർ. സോ പൊതുവെ പോസ്റ്റ് ഡോക്ടറൽ അസോസിയേറ്റ്സ് എന്താണ് ചെയ്യുന്നത്? ഒരു സീനിയർ ഫാക്കൽറ്റി, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫസറിന്റെ പ്രോജക്റ്റിന്റെ ഭാഗമാകുകയോ അല്ലെങ്കിൽ അവരുടെ കീഴിൽ വർക്ക് ചെയ്ത് ആണ് കണ്ടുവരുന്നത്. സോ ദേ ബ്ലെൻഡ് ഹൈ ലെവൽ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് വിത്ത് ബഡിംഗ് ലീഡർഷിപ്പ് ആൻഡ് മെന്റർഷിപ്പ് സ്കിൽസ് വിത്ത് ആക്കഡമിക് റിസർച്ച് സെറ്റിംഗ്. സോ ഇവർ ചെയ്യുന്നത് എന്താണ്? ഒരു ആക്കഡമിക് റിസർച്ചിന്റെ ഒപ്പം അവരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ബിൽഡ് ചെയ്യുകയും, കൂടാതെ എന്ത് ചെയ്യണം? ഒരു സീനിയർ റിസർച്ചർ അണ്ടർടേക്ക് ചെയ്യുന്ന പ്രോജക്റ്റിന്റെ ഭാഗമായിക്കൊണ്ട്
ഒരു ഹൈ ലെവൽ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് കൈവരിക്കാനുള്ള ട്രെയിനിങ് അണ്ടർടേക്ക് ചെയ്യുന്നതാണ് പോസ്റ്റ് ഡോക്ടറൽ അസോസിയേറ്റ്സ്. സോ പ്രപ്പോസൽ ഇൻപുട്ട് നോക്കുകയാണെങ്കിൽ ദേ കോൺട്രിബ്യൂട്ട് ടു ഗ്രാൻഡ് ആപ്ലിക്കേഷൻ ബൈ ചെക്കിംഗ് സ്റ്റഡി ഡിസൈൻ മെത്തേഡ്സ് ആൻഡ് ഓപ്പറേഷണൽ ഫീസിബിലിറ്റി. സോ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാകുന്നത് വഴി പോസ്റ്റ് ഡോക്ടറൽ അസോസിയേറ്റ് ചെയ്യുന്നത് എന്താണ്, അവര് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പ്രോജക്ട് പ്രപ്പോസലിന്റെ ഓപ്പറേഷണൽ ഫീസിബിലിറ്റി, അതായത് നടത്തിയെടുക്കാനുള്ള പ്രാബല്യം അല്ലെങ്കിൽ അതിന്റെ ഒരു പോസിബിലിറ്റീനെ കുറിച്ച് ചെക്ക് ചെയ്യുന്നു. കൂടാതെ നമ്മുടെ മെത്തഡോളജി, നമ്മുടെ റിസർച്ച് ഡിസൈനും മെത്തഡ്സും എല്ലാം സൗണ്ട് ആണോ, കറക്റ്റ് ആണോ, ഇതിന് പറയുന്ന രീതിയിൽ നമ്മൾ എൻവിഷൻ ചെയ്തിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് ആരാണ്? ഇറ്റ്സ് ദി പോസ്റ്റ് ഡോക്ടറൽ ഫെലോ. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ പ്രൊവൈഡ് ഓപ്പറേഷണൽ സപ്പോർട്ട്, അതായത് അവര് ഷെഡ്യൂളും ബഡ്ജറ്റ് മാനേജ്മെന്റും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, അസിസ്റ്റ് ചെയ്യുന്നു പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിന്. കൂടാതെ ദേ അണ്ടർടേക്ക് ടീം ലീഡർഷിപ്പ് ആസ് വെൽ, അതായത് ഡേറ്റ കളക്ഷൻ ഓവർസീ ചെയ്യുന്നു, ട്രെയിനിങ് റിസർച്ച് അസിസ്റ്റൻസിന് അവരെയും അസിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്കൊരു ലീഡർഷിപ്പ് നൽകുന്നു. ആൻഡ് അൾട്ടിമേറ്റ്ലി ഈ ലീഡർഷിപ്പ് നൽകുന്നത് വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്, അവര് കളക്ട് ചെയ്യുന്ന ഡേറ്റയ്ക്ക് ഇന്റഗ്രിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ പ്രോപ്പർ ചാനലിൽ കൂടെ തന്നെയാണോ നമ്മുടെ പ്രോജക്റ്റ് നടപ്പാകുന്നത് എന്നുള്ളത് ഓവർസീ ചെയ്യുന്നതാണ് അവരുടെ ഒരു ഉത്തരവാദിത്തം. ഇനി കോർ റിസർച്ച് ആക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് പോസ്റ്റ് ഡോക്ടറൽ അസോസിയേറ്റ് അണ്ടർടേക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട റിസർച്ച് പ്രവർത്തികൾ എന്താണ്? ആദ്യം തന്നെ ദേ ഡെവലപ്പ് ആൻഡ് എക്സിക്യൂട്ട് റിസർച്ച് പ്രോട്ടോകോൾസ്, അതായത് റിസർച്ചിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില നിയമ നടപടികളും എത്തിക്കൽ കോളിങ്സും ഉണ്ട്. സോ ഇത് ഓവർസീ ചെയ്യുന്നത് ആരാണ്? പോസ്റ്റ് ഡോക്ടറൽ ഫെലോയാണ്. കൂടാതെ ദി കൺസ്ട്രക്ട് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ആൻഡ് ദി മോഡിഫൈ ടെക്നീക്സ്, അപ്രോച്ചസ് ഓർ ലാബ് എക്യുപ്മെന്റ്സ് ടു ഫിറ്റ് റിസർച്ച് ഗോൾസ്. സോ നമ്മളുടെ പ്രോജക്റ്റിന്റെ ഭാഗമാകുന്ന എല്ലാവർക്കും എന്താണ്, ഒരു ഡിഗ്നിറ്റി ഉണ്ടെന്നും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സംരക്ഷണം ഉറപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? പോസ്റ്റ് ഡോക്ടറൽ അസോസിയേറ്റിന്റെ ആണ്. കൂടാതെ റിസർച്ചിൽ ആവശ്യമായിട്ടുള്ള മെത്തഡോളജി ആണെങ്കിൽ മെത്തഡോളജി, അതല്ല എങ്കിൽ ഒബ്ജക്റ്റീവ്സോ ഗോൾസോ റീസ്ട്രക്ചർ ചെയ്യണമെങ്കിൽ ചെയ്യുന്നത് ആരാണ്? റിസർച്ച് അസോസിയേറ്റ് ആണ്. ആൻഡ് ദേ മെയിൻറ്റെയിൻ ആൻ എക്സ്പെരിമെന്റൽ നോട്ട്ബുക്ക് പ്രിപ്പയറിംഗ് മാനുസ്ക്രിപ്റ്റ്സ് ആൻഡ് റെൻഡറിംഗ് റിസർച്ച് ഡേറ്റ യൂസിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ. ഇവര് ഈ പറയുന്ന ടാസ്കിൽ ഏർപ്പെടുന്നതിനൊപ്പം തന്നെ എന്തും കൂടെ ചെയ്യുന്നുണ്ട്, ഒരു നോട്ട്ബുക്ക്, ഒരു ജേർണൽ പോലെ സൂക്ഷിച്ചുകൊണ്ട് അതിൽ അവർക്ക് ലഭിക്കുന്ന ഇടയ്ക്കിടയ്ക്കായിട്ട് ലഭിക്കുന്ന ഇൻപുട്സും ഡേറ്റയും അവർ നോട്ട് ചെയ്തുകൊണ്ട് അത് അൾട്ടിമേറ്റ്ലി ലാസ്റ്റിൽ അവർ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന പ്രോജക്ട് റിപ്പോർട്ടിന്റെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ അവിടെ നിന്ന് ഓരോ ഘട്ടങ്ങൾ, പ്രോജക്റ്റിന്റെ എല്ലാ ഘട്ടത്തിലും അവർ നോട്ട് ചെയ്യുകയും അത് ഒരു ഡ്രാഫ്റ്റ് രൂപത്തിൽ തയ്യാറാക്കുന്നതും കണ്ടുവരുന്നു. കൂടാതെ അവർ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ടെക്നിക്കൽ ഉപയോഗങ്ങൾ വഴി എന്ത് ചെയ്യാണ്, ഡേറ്റനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ രൂപം നൽകാനായിട്ടും പ്രവർത്തിക്കുന്നത് റിസർച്ച് അസോസിയേറ്റ് ആണ്. ഇതിനോടൊപ്പം ദി ട്രെയിൻ ആൻഡ് മാനേജ് സ്റ്റുഡൻസ്, റെസിഡൻസ് ആൻഡ് വോളണ്ടിയേഴ്സ് ടു ബെറ്റർ കോർഡിനേറ്റ് ലബോറട്ടറി എഫേർട്സ്. സോ ഇവരുടെ ഒരു പ്രത്യേകത എന്താണ്, ഇവർ ഓൾറെഡി ഒരു ഡോക്ടറൽ ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ദി ഓൾറെഡി ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ്. ഒരു റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ആ റിസർച്ചിന്റെ ഭാഗമാകുന്നവർ എങ്ങനെ പ്രവർത്തിക്കണം, അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് ഒരു മുൻബോധ്യമുണ്ട്. സോ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ പ്രോജക്റ്റിന്റെ ഭാഗമാകുന്ന എല്ലാ വ്യക്തികൾക്കും ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നൽകാനും ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ഗൈഡൻസ് നൽകാനും അതേപോലെ പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്ന നമ്മുടെ റെസ്പോണ്ടൻസിന് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് നൽകാനുമായിട്ട് ഇവർക്ക് സാധിക്കുന്നു. ഇനി let us look at what are the responsibilities of postdoctoral research associates. ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളതാണ്. സോ ഫിസിക്കൽ ആൻഡ് ടെക്നോളജി, സോ നമ്മൾ ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ പ്രീ പ്രോജക്ട് നമുക്ക് 3 കാലയളവായിട്ട് പറയാം. അതായത് പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ടും പ്രോജക്റ്റിലായിരിക്കുന്ന സമയത്ത് മാനേജ്മെന്റ് എങ്ങനെയാണെന്നുള്ളത്. സോ പ്രീ പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരെന്താണ് ചെയ്യുന്നത്, കൊളാബറേറ്റിംഗ് വിത്ത് ദി
പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ടു ബിൽഡ് കോംപ്രിഹെൻസീവ് റിസർച്ച് പ്ലാൻസ് ഫോർ ഗ്രാന്റ് ആപ്ലിക്കേഷൻ. സോ ആ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നത് അല്ലെങ്കിൽ പ്രോജക്ട് പ്രപ്പോസലിന്റെ ഒരു കാലയളവിൽ അവരെന്താണ് ചെയ്യുന്നത്, ഈ പ്രോജക്ട് പ്രപ്പോസൽ തയ്യാറാക്കുന്ന പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററുമായി ഒത്തുചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾക്ക് പോസിബിളി ഗ്രാന്റ്സ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ അത് ലഭിക്കത്തക്കതായിട്ടുള്ള തരത്തിൽ റിസർച്ച് പ്ലാൻസിന് രൂപീകരിച്ചെടുക്കുന്നതാണ് അവരുടെ പ്രീ പ്രോജക്ട് കാലയളവിലുള്ള ഉത്തരവാദിത്വം. ഇൻ പ്രോജക്ട് റിസർച്ച്, അതായത് പ്രോജക്റ്റ് ആയിരിക്കുന്ന സമയത്ത് അതിന്റെ റിസർച്ചുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുകയാണ്, they manage day-to-day operations like data gathering, manuscript writing and laboratory workflows. So in project research എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രോജക്റ്റ് ഓൺഗോയിങ് ആയിരിക്കുന്ന, അതായത് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആ പ്രോജക്റ്റിൽ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലുമുള്ള എല്ലാ വ്യക്തികളെയും ഓവർസീ ചെയ്യുന്നു. അവരിൽ നിന്ന് ലഭിക്കുന്ന ഡേറ്റനെ ഇവരാണ് ഗ്യാദർ ചെയ്ത്, അതായത് ഇവരാണ് ഒരു രൂപം നൽകിക്കൊണ്ട് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ബ്രീഫ് ആയിട്ടുള്ള റിപ്പോർട്ട്സും ഡ്രാഫ്റ്റും തയ്യാറാക്കി തുടങ്ങുന്നത്. ആൻഡ് ഇൻ പ്രോജക്ട് മാനേജ്മെന്റ്, അതായത് ഒരു മാനേജ്മെന്റ് തലത്തിൽ നിന്നുകൊണ്ട് പ്രോജക്റ്റിന്റെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നു, ദേ മോണിറ്റർ പ്രോജക്ട് മൈൽ സ്റ്റോൺസ് അഗൈൻസ്റ്റ് ടൈം ലൈൻസ് ആൻഡ് ബഡ്ജറ്റ്സ്. നമ്മുടെ പ്രപ്പോസലിൽ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ടൈം ലൈൻസും ബഡ്ജറ്റ്സും ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഓവർസീ ചെയ്യുന്നത് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ഫെല്ലോ ആണ്. കൂടാതെ ദേ സൂപ്പർവൈസ് ജൂനിയർ സ്റ്റാഫ് ആൻഡ് ട്രബിൾ ഷൂട്ട് ഇഷ്യൂസ്. അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഒരു ഹയറാർക്കിക്കലി അവരുടെ കീഴിൽ നിൽക്കുന്ന ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആകാം, ടെക്നിക്കൽ അസിസ്റ്റൻസ് ആകാം. സോ ഇവരെ ഓവർസീ ചെയ്യുന്ന ചുമതല ഇവർക്കുണ്ട്. കൂടാതെ അൺഎക്സ്പെക്ടഡ്ലി ഉണ്ടാകുന്ന, ഇപ്പൊ ഫീൽഡിൽ ഉണ്ടാകുന്ന ഒരു അൺഎക്സ്പെക്ടഡ് പ്രശ്നം പരിഹരിക്കേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നു, ഇറ്റ് ഇസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി പ്രോജക്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ഫെലോ. Now let us look at the facilities and equipment. So physical and technological resources form the structural backbone of a project execution. So ഒരു പ്രോജക്റ്റിന്റെ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് പ്രോജക്റ്റിന്റെ ഭാഗമാകുന്ന അംഗങ്ങൾ അല്ലെങ്കിൽ ടീം മാത്രമല്ല, അതിന് പലതരത്തിലുള്ള ഫിസിക്കലും ടെക്നോളജിക്കൽ ആയിട്ടുള്ള റിസോഴ്സസ് ആവശ്യമാണ്. ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ആയിരിക്കാം, അതായത് പ്രോജക്ട് ടാസ്ക് നമ്മൾ എവിടെയാണോ അണ്ടർടേക്ക് ചെയ്യുന്നത്, ഇപ്പൊ ഒരു സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ലബോറട്ടറീസ് വേണ്ടി വരും. അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ബേസ്ഡ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് ആണെങ്കിൽ നമുക്ക് പലയിടങ്ങളിലായിട്ട് ഓഫീസുകൾ ആവശ്യം വരും, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾ ഉണ്ടാകും. ആൻഡ് മാനുഫാക്ചറിങ് പ്ലാന്റ്സ്, ഇപ്പൊ ഒരു സയൻസ് സ്റ്റഡി ആണെങ്കിൽ there might be the need for a manufacturing plant as well. So ഇത്തരത്തിൽ ഫിസിക്കലും ടെക്നോളജിക്കൽ ആയിട്ടുള്ള റിക്വയർമെന്റ് ആണ് നമ്മൾ ഫെസിലിറ്റീസ് ആൻഡ് എക്വിപ്മെന്റ്സ് പറയുമ്പോഴത്തേക്ക്. സോ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി എന്ത് തരത്തിലുള്ള പ്രോജക്റ്റിനെ എക്വിപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏതൊരു തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എക്വിപ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ടൂൾസ് ആകാം, മെഷീനറി ആകാം, ടെക്നോളജിയുടെ വഴി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർസ് ആകാം. അതായത് നമ്മുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു ടാസ്ക് നമ്മൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള എക്വിപ്മെന്റ്സ് ആണ് ഫെസിലിറ്റീസ് ആൻഡ് എക്വിപ്മെന്റ്സിൽ പറയുന്നത്. സോ ഒരു ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസും കൂടെ ഫെസിലിറ്റീസ് ആൻഡ് എക്വിപ്മെന്റ് പറയുമ്പോഴത്തേക്ക് പറയേണ്ടതാണ്. ആദ്യം തന്നെ വി ഹാവ് ടു ഐഡന്റിഫൈ, അതായത് വി ഹാവ് ടു ഡിറ്റർമിൻ ദി എക്സാക്ട് ടൈപ്സ്, ക്വാണ്ടിറ്റീസ്, സ്പേഷ്യൽ ഡയമെൻഷൻ ആൻഡ് സ്പെസിഫിക് റെഗുലേറ്ററി, സേഫ്റ്റി ഓർ എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ്സ് റിക്വയർഡ്. സോ നമ്മൾ ഈ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എക്വിപ്മെന്റ് തീരുമാനിക്കേണ്ട ആ ഒരു അവസ്ഥയിൽ, അതായത് നമ്മുടെ പ്രോജക്റ്റിൽ നമുക്ക് ആവശ്യമായിട്ട് വരാൻ സാധ്യതയുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ ടൂൾസിനെ കുറിച്ച് നമ്മൾ എൻവിഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്തിനെ കുറിച്ചും കൂടെ ഐഡന്റിഫൈ ചെയ്യണം. ഏതൊരു തരത്തിലുള്ള ഏത് ടൈപ്പാണ് നമ്മൾക്ക് ആവശ്യം, എന്തോരം ആവശ്യമാണ്, അതായത് എത്രത്തോളം ക്വാണ്ടിറ്റി എന്തായിരിക്കണം, അതിന്റെ സ്പേഷ്യൽ ഡയമെൻഷൻ എന്താകണം, കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സേഫ്റ്റി അല്ലെങ്കിൽ റെഗുലേറ്ററി രീതിയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾക്ക് ബോധ്യമുണ്ടായിരിക്കണം. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് അക്വിസിഷൻ, അതായത് വി ഹാവ് ടു ഡെവലപ്പ് എ ക്ലിയർ പ്രൊക്യൂർമെന്റ് പ്ലാൻ. നമ്മൾ കുറെ സാധനങ്ങൾ, അത് ഇൻഫ്രാസ്ട്രക്ചർ, ഫിസിക്കൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും എക്വിപ്മെന്റ്സ് ആണെങ്കിലും ഇതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെല്ലാം സ്വരൂപിക്കാൻ അല്ലെങ്കിൽ ഇതിനെല്ലാം നമ്മുടെ പ്രോജക്റ്റിന്റെ ഭാഗമാക്കാൻ ഉള്ളൊരു പ്ലാനും കൂടെ നമ്മൾ കാണേണ്ടതാണ്. സോ ദിസ് മേ ഇൻവോൾവ് പർച്ചേസിംഗ്, ലീസിംഗ് ഓർ കോൺട്രാക്ടിംഗ് വെൻഡേഴ്സ് ഓർ റെനോവേറ്റിംഗ് ഫിസിക്കൽ സ്പേസസ്. സോ ആ അക്വയർ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക്
അത് ഏതൊരു രീതിയിൽ വേണമെങ്കിലാകാം. ഒന്നിൽ നമ്മുടെ പ്രോജക്ട് ഫണ്ട് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യുന്ന മേടിക്കുന്നതാകാം, അതല്ല എങ്കിൽ ഒരു പെർട്ടിക്കുലർ കാലയളവിലേക്ക് ലീസ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ പുറമെ ഒരു കോൺട്രാക്ടറിന് ഇത് ലീസിന് നമ്മൾ ടെനുവർ നൽകിക്കൊണ്ട് നൽകുന്നതാകാം. അതല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സ്പേസ് ആണെങ്കിൽ നമ്മളുടെ ആവശ്യം നിറവേറ്റാൻ സാധിക്കുന്ന രീതിയിൽ അതിനെ മാറ്റി റെനോവേറ്റ് ചെയ്തെടുക്കുന്നതും ആകാം. ആൻഡ് മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് മെയിൻ്റനൻസ്, അതായത് ഡിസൈനിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് എ സ്ട്രിക്ട് മെയിൻ്റനൻസ് ഷെഡ്യൂൾ ടു കീപ് എക്യുപ്മെന്റ് ഇൻ ദി വർക്കിംഗ് ഓർഡർ ആൻഡ് അവോയ്ഡ് ഡൗൺ ടൈം. സോ നമ്മൾ ഏതൊരു രീതിയിൽ പർച്ചേസ് ചെയ്യുന്നതാണെങ്കിലും ലീസിന് എടുക്കുന്നതാണെങ്കിലും കോൺട്രാക്ട് ചെയ്യുന്നതാണെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന കാലയളവിലേക്ക് മാത്രം അതും വിത്തൗട്ട് എനി ഡാമേജ് ഓഫ് ഫെയിലിയർ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. ആൻഡ് ലൈഫ് സൈക്കിളിന്റെ മറ്റൊരു അല്ലെങ്കിൽ ലാസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് മോണിറ്ററിംഗ് ആൻഡ് കംപ്ലയൻസ് ആണ്. അതായത് ട്രാക്കിംഗ് അസറ്റ് യൂട്ടിലൈസേഷൻ, ഷെഡ്യൂളിംഗ് റിപ്പയർസ് ആൻഡ് എൻഷുറിംഗ് ഓൾ അസറ്റ്സ് ആർ ഓപ്പറേറ്റഡ് ഇൻ സ്ട്രിക്ട് കംപ്ലയൻസ് വിത്ത് സേഫ്റ്റി ലോസ്. അതായത് നമ്മൾ മോണിറ്റർ ആൻഡ് കംപ്ലയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഏതൊരു വസ്തുവകകളും നമ്മുടെ പ്രോജക്റ്റിന്റെ ഭാഗമാക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഏതൊരു പർപ്പസിനാണോ ഉപയോഗിക്കാൻ കരുതിയിട്ടുള്ളത് അതിലേക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും, കൂടാതെ ഇതിനൊക്കെ വല്ല കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ റിപ്പയർ വിത്തിൻ എ സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ നമ്മൾ നടത്തുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. ആൻഡ് വി ഹാവ് ടു എൻഷുർ ദാറ്റ് നമ്മൾ എല്ലാ നിയമ നടപടികൾക്കും വിധേയമായിക്കൊണ്ട്, സേഫ്റ്റി ലോസിനും വിധേയമായിക്കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന വസ്തുവകകൾ ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കേണ്ടതാണ്. സോ ഇത്രയുമാണ് നിങ്ങളുടെ ഈ യൂണിറ്റിലുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ നിങ്ങളുടെ പ്രീവിയസ് 2 ബ്ലോക്ക് 1ഉം 2ഉം ഓൾറെഡി യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതും ഇന്ന് ക്ലാസ്സിന് ശേഷം ഇന്നല്ലെങ്കിൽ നാളേക്കകം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ QR കോഡ് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഇപ്പൊ തന്നെ സ്കാൻ ചെയ്തോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ. മാം ഇന്നലെ എടുത്ത ക്ലാസ്സിന്റെ വീഡിയോ കൂടെ ഇടാൻ പറ്റുമോ യൂട്യൂബില്? ഇന്നലെ എടുത്ത ഏത് ക്ലാസ് ആണ്? ഇന്നലെ ബ്ലോക്ക് 4. മായ ടീച്ചർ എടുത്തതാണോ? ആ അത് അപ്ലോഡ് ചെയ്യും. ആ നിങ്ങളുടെ എല്ലാ ക്ലാസ്സും അപ്ലോഡ് ചെയ്യുന്നതാണ്, നിങ്ങൾ അത് നോക്കിയിരുന്നാൽ മതി. ഓക്കെ മാം. ഞാനിപ്പോ ഇവിടെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാക്കി ക്ലിയർ അല്ലേ? കുഴപ്പമില്ല. അതെ. നിങ്ങൾ ഓർക്കേണ്ട ഇത്രയുള്ളൂ. പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററും കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററും അതേപോലെ റിസർച്ച് അസോസിയേറ്റും ഇവരുടെ ചുമതലകൾ ഏകദേശം ഓരോ പോസ്റ്റിങ്ങുകൾ ഉള്ള അവരുടെ ചുമതലകളാണ് പറയുന്നത്. ഓരോ പ്രൊജക്റ്റിലും ഓരോ പോസ്റ്റിംഗ് ഉണ്ട്. അതെ, അതെല്ലാം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അതായത് ഇവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററും കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററും തമ്മിലുള്ള വ്യത്യാസം ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇവർ 3 പേരുടെയും റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ റോൾസ് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് വരാം. സോ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒരേ പ്രോജക്റ്റിൽ വരണമെന്നില്ല. റിസർച്ച് അസോസിയേറ്റ് ചിലപ്പോൾ ആരായിരിക്കാം? കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ തന്നെ ആയിരിക്കാം. ഇതാണ് നമ്മുടെ ചാനലിന്റെ QR കോഡ്. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ. ഇൻ കേസ് നിങ്ങൾ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സോ ഇത് നിങ്ങൾ സ്കാൻ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓൾറെഡി കുറച്ച് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ പേപ്പറിന്റെ 2ഉം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബ്ലോക്കും 3ഉം
നാളെ നിങ്ങൾക്ക് നടക്കുന്ന ബ്ലോക്ക് 4ഉം കൂടെ അപ്ലോഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ പേപ്പർ കംപ്ലീറ്റ് പിന്നീട് പരീക്ഷാ സമയമാകുമ്പോഴത്തേക്കും നോക്കണമെങ്കിൽ അത് റെഫർ ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ഒരേ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ബ്ലോക്ക് 4ന്റെ ക്ലാസ് നിങ്ങൾക്ക് നാളെയും മറ്റന്നാളും ആയിട്ടാണ്. ബ്ലോക്ക് 4ന്റെ ക്ലാസ് ഇന്നലെ കഴിഞ്ഞു മാം. ബ്ലോക്ക് 4 കഴിഞ്ഞോ? ഇന്നലെ കഴിഞ്ഞു. ഓക്കെ ഓക്കെ. മായ ടീച്ചർ എടുത്തു അല്ലേ നിങ്ങൾക്ക്? എടുത്തെടുത്ത്. ഓക്കെ ഓക്കെ. അപ്പോൾ അതോടെ ഈ പേപ്പർ കംപ്ലീറ്റ് ആയി. ഓക്കെ. അപ്പൊ 2 ബ്ലോക്സും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തേക്കും. ഓക്കെ. നിങ്ങൾ ഇതിൽ നോക്കിയാൽ മതി. ഓക്കെ. താങ്ക് യു താങ്ക് യു മിസ്.